أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ തുടർവേദിയിൽ ഒത്തുകൂടാൻ ഇന്നും കൂടെ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അല്ലാഹു ഈ മജ്ലിസിൻ്റെ ബർക്കത്തുകൊണ്ട് സുഖലോക സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നാം ചർച്ച ചെയ്തു വരുന്നത് മധ്യമ വിഭാഗവും സലാമത്തും എന്നൊരു വിഷയമായിരുന്നു. ആ ചർച്ച പൂർത്തിയായിട്ടില്ല. അതിൻ്റെ ഇടക്ക് ആ ചർച്ചയുടെ വാൽഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഉമ്മത്തിനെ ഉണർത്തിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. സ്വർഗീയ തരുണിമണികളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. സ്വർഗീയ തരുണികൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സുകൾ ഓടിപ്പോകുന്നത് ഹൂറുലിങ്ങളിലേക്കാണ്. എന്നാൽ ഈ ഹൂറുലിങ്ങളെക്കാൾ സൗന്ദര്യവും ഈ ഹൂറുലിങ്ങളെക്കാൾ ശരീരവടിവും ഈ ഹൂറുലിങ്ങളെക്കാൾ സ്വഭാവവും എല്ലാം തികഞ്ഞ ദുനിയാവിലെ പെണ്ണുങ്ങളെ നാം പലപ്പോഴും അവഗണിക്കാറാണ്. അവഗണിക്കാൻ പാടില്ല. ദുനിയാവിലെ അമലു ചെയ്ത് കഷ്ടപ്പെട്ട് സ്വർഗം നേടിയ പെണ്ണുങ്ങൾ, അവർക്കുള്ള പവർ ഹൂറുലിങ്ങൾക്കൊരിക്കലുമില്ല. ഹൂറുലിങ്ങളെ വെല്ലുന്നവരാണ് യഥാർത്ഥത്തിൽ ഇഹലോക തരുണികൾ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. അല്ലാഹു തആല ഇതാ പരിചയപ്പെടുത്തുന്നു. അസ്ഹാബുൽ യമീനിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, വഫുറുശിം മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറൻ ഉർബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ. ഇതാണ് അവരെക്കുറിച്ചുള്ള പരാമർശം. പക്ഷേ സ്വാഭാവികമാണ്, ഇണകളെക്കുറിച്ചുള്ള പരാമർശത്തിന് മുമ്പ് അവർക്കും നമുക്കും കിടക്കാനുള്ള ബെഡുകളെ കുറിച്ചൊരു ചെറിയ പരാമർശം അല്ലാഹു നടത്തുന്നു. വഫുറുശിൻ മർഫൂഅ. ഈ മധ്യമ വിഭാഗത്തിന്, അസ്ഹാബുൽ യമീനിന്, ഈ ഭാഗ്യവാന്മാർക്ക്, സൗഭാഗ്യവാന്മാർക്ക് വഫുറുശിൻ മർഫൂഅ, അത്യുന്നതമായ ബെഡുകളും ലഭിക്കും അവർക്ക്. വഫുറുശിൻ മർഫൂഅ, അത്യുന്നതമായ ബെഡുകൾ, നിലവാരമുള്ള ബെഡുകൾ അവർക്ക് ലഭിക്കുന്നതാണ്. വഫുറുശിൻ മർഫൂഅ, ഉയർന്ന ബെഡുകൾ എന്ന് പറഞ്ഞാൽ നല്ല നിലവാരമുള്ള ബെഡുകൾ ലഭിക്കും.
താണ ബെഡായിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഉയർന്ന ബെഡുകൾ എന്ന് പറയാൻ കാരണം ഉയർന്ന കട്ടിലുകളിലാണ് ബെഡ് ഇടുന്നത് എന്നതുകൊണ്ട് ഉയർന്ന ബെഡുകൾ എന്ന് പ്രയോഗിച്ച് എന്ന് പറഞ്ഞ മഹാന്മാരും ഉണ്ട്. ഫിഹാ സുറുറും മർഫൂഅ, സ്വർഗത്തിൽ ഉയർന്ന കട്ടിലുകളുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിഹാ സുറുറും മർഫൂഅ, ഉയർന്ന കട്ടിലുകൾ ഉണ്ടവിടെ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിലെ ഉയർന്ന കട്ടിലുകളിൽ നിങ്ങളുടേതായ ഇണകൾ കിടക്കുന്നത് നിങ്ങൾ കാണുമ്പം ഹൂരികൾ, സ്വർഗീയ തരുണികളും ഇഹലോക തരുണികളും അവരൊക്കെ കിടക്കുന്ന രംഗം കാണുമ്പം നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ആ പെണ്ണ്, അവളെ നിങ്ങൾ കൊതിക്കുന്നതോടുകൂടെ ആ കട്ടിലിൽ നിങ്ങൾക്ക് കയറാം എന്ന് പറഞ്ഞപ്പോ വെറുതെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കള് റസൂലുള്ളാഹി തങ്ങൾ എന്തു പറഞ്ഞാലും പരിഹസിക്കലാ സ്വഭാവം. ഉടനെ തന്നെ ശത്രുക്കൾ ചോദിച്ചു, മുഅ്മിനീങ്ങളോടല്ല ചങ്ങാതിമാരെ, നിങ്ങൾ ഇതും വിശ്വസിച്ചിരിക്കുകയാണോ? മുഹമ്മദ് പറയുന്ന ഏതു സംഗതിയോ അപ്പടി അങ്ങ് വിശ്വസിക്കുന്ന നിങ്ങൾ ഇതും വിശ്വസിച്ചു. നിങ്ങൾക്ക് മുഹമ്മദിനോടൊന്ന് ചോദിച്ചു നോക്കിക്കൂടാ, കൂടായിരുന്നോ എങ്ങനെയാണ് ആ കട്ടിലിലേക്ക് കയറുക? ഇത്ര ഉയരമുള്ള കട്ടിലിലേക്ക് കയറി കിടക്ക എങ്ങനെയൊന്നും ചോദിച്ചു നോക്കിക്കൂടായിരുന്നോ? വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഫിഹാ സുറുറും മർഫൂഅ വഅക്വാബും മൗദൂഅ, നിരത്തി വെച്ച കപ്പുകളുണ്ട് അവിടെ, വെള്ളം കോരി കുടിക്കാൻ പാനപാത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. വഅക്വാബും മൗദൂഅ വനമാരിഖു മസ്ഫൂഫ, അണിയണിയായി വച്ചിരിക്കുന്ന തലയിണകളുണ്ട്. വനമാരിഖു മസ്ഫൂഫ വസറാബിയ്യു മബ്സൂസ, വീതിയിൽ വിരിച്ചു സംവിധാനിച്ച പരവതാനികളുണ്ട്. ഇതൊക്കെ പറയുമ്പോ അവര് ചോദിച്ചു, എങ്ങനെയാ അങ്ങോട്ട് കേറുക എന്നൊന്ന് ചോദിച്ചു നോക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചർച്ച, ആ ചർച്ചയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ ചോദിച്ചു. ചോദിച്ചപ്പോഴേക്ക് അല്ലാഹു തആല അടുത്ത ഭാഗം ആയത്തിറക്കി. അഫലാ യൻദുറൂന ഇലൽ ഇബ്രി കൈഫ ഖുലിഖത്, കട്ടിലേക്ക് എങ്ങനെ കയറുക എന്ന് മാത്രമല്ല, എണ്ണമറ്റ കപ്പുകൾ എങ്ങനെ ഉണ്ടാകുക എന്ന് ഇവർ ചോദിച്ചു. ഇത്രയും കൂടുതൽ കപ്പുകൾ എങ്ങനെയാ ഉണ്ടാക്കാൻ കഴിയാമെന്ന് ചോദിച്ചു നോക്ക്. വീതിയുള്ള പരവതാനികൾ റസൂലുള്ള പറഞ്ഞു, ഒരു ഭാഗത്തുനിന്ന്, കാർപ്പറ്റിന്റെ ഒരു ഭാഗത്തു നിന്നാണ് നോക്കിയാൽ മറ്റേ ഭാഗം കാണൂല, പരന്നു കിടക്കുന്ന പരവതാനി, വിരിപ്പ. ഇത്രയും വിശാലമായ വിരിപ്പുകൾ എങ്ങനെയാ സംവിധാനിക്കുക? അതുപോലെ തന്നെ അണിയണിയായി വച്ചിരിക്കുന്ന തലയിണകൾ, ഒന്ന് ഇരിക്കാനും ഒന്ന് ചാരിയിരിക്കാനും, ഇങ്ങനെ തലയിണകൾ. ഇപ്പോഴും അറബികളുടെ വീടുകളിലെ ഒരു പ്രൗഢിയാണത്. ഒരു തലയിണ നിലത്തിട്ട് ഒരു തലയിണയിൽ ചാരിയിരിക്കുന്ന സമ്പ്രദായം ഇപ്പോഴും അറബി വീടുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ കട്ടിലിന്റെയും ഈ തലയിണയുടെയും ഒക്കെ ഉയരം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഇവര് ചോദിച്ചു, ആ തലയിണ അങ്ങോട്ട് മറഞ്ഞു വീണാലോ? കാരണം ഇവർക്ക് ആവശ്യം തീർച്ചയായിട്ടും ഇതിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ്. അപ്പൊ അല്ലാഹു തആല അടുത്ത ആയത്ത് ഇങ്ങനെ ഇറക്കി. ആ ആയത്തുകൾ